ഇതെന്റെ ഡേ മൈ ലൈഫാണ്. എന്റെ ഡേ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറെ ആൾക്കാർ ചോദിച്ച ദീദി പറഞ്ഞേ, അതിനോട് ഞാൻ പിന്നെ വന്നേ. നമുക്ക് തുടങ്ങല്ലേ. രാവിലെ തന്നെ ഞാൻ കുറച്ച് സമയം എക്സസൈസ് ചെയ്യും. എനിക്ക് കുറച്ച് കുമ്പപ്പള്ളുണ്ട്, അത് കുറയാൻ ഇങ്ങനെ ചെയ്ത് അതിന്നാ ദീദി പറഞ്ഞു. ഇത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഡെയിലി ഒരു 10-50 പുഷപ്പും കൂടി എടുത്ത് പിന്നെ കൊഞ്ഞു കുറച്ച് കടുക്കും. വർക്കൗട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പ്രോട്ടീൻ കിട്ടണം. പക്ഷെ അപ്പൊ മമ്മ എണീച്ചുണ്ടാവില്ല. അപ്പൊ ഞാൻ കൈ കൊട്ടുന്നോ കൊടുത്തോ തിന്നും. അങ്ങനെ ദീദി എണീച്ച്. ഇന്ന് നേരം വല്ല തന്തി കാണാൻ എന്തൊക്കെ സഹിക്കണം നിങ്ങൾക്ക് അറിയോ? ഇതൊക്കെ ചെറുത്. ഇനി വേറെ 2 വരാണ്ട്. പറഞ്ഞ മാതിരി മറിയനെ കണ്ടില്ലല്ലോ. എവിടെ പോയി? ഞാൻ എണീക്കുമ്പോ കുഞ്ഞെ അടുത്ത് വന്നോളെ സ്വീപ്പാക്കലാണ്. വരുന്ന കടയിൽ ഞാൻ ഒന്ന് പോയോക്കെ. എന്നെ കണ്ടിട്ട് ചിരി വരുന്നു. പിന്നെ ഞാൻ പോയി ഡൈപ്പറൊക്കെ മാറ്റി നല്ല മോളായി. ഇതാണ് പിന്നെ നമ്മളെ അമ്മച്ചി. മുപ്പത്തി ഞാൻ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. അമ്മച്ചി വന്ന് പല്ലൊക്കെ തേച്ച് ഇപ്പൊ കണ്ടാ വിചാരിക്കും ഇത് കഴിഞ്ഞ് എനിക്ക് ചായം 10 രൂപ ഒക്കെ തരൂ എന്ന്. ഞാനും അങ്ങനെ എന്നാ വിചാരിക്കല്. പക്ഷെ എനിക്ക് വെള്ളേക്കാൻ ഇഷ്ടം. അമ്മച്ചി അറിയാണ്ട് ഞാൻ കുറച്ച് വെള്ളമൊക്കെ അങ്ങ് ഇറക്കിക്കാടും. സുന്ദരിയായി ഇപ്പൊ അല്ലേ അമ്മച്ചിയെ? എന്നെ നാണോന്ന്. പിന്നെ ഞാൻ അമ്മച്ചി വയസ്സ് നേരം കളിക്കും. പിന്നെ എനിക്ക് എന്തെങ്കിലും ഒന്ന് കളിക്കാൻ തന്ന് അമ്മച്ചിന്റെ പണിയെടുക്കാൻ പോകും. ഞാൻ കുറെ ഒറ്റ കളിച്ച് മടുക്കുമ്പോ പിന്നെ ഒരാൾ വരും. പിന്നെ ഞങ്ങള് കളിയായി ചിരിയായി വർത്താനായി അങ്ങനെ പോകും. പക്ഷെ നിങ്ങളൊന്നും നോക്കിയൊരു കാര്യമില്ല, നിങ്ങളൊന്നും കാണുന്നില്ല. ഇത്ര നേരെ ഞാൻ ഇതിന്ന് ഇപ്പോഴും വിട. ഞാൻ നോക്കുമ്പോണ്ട് മാമി അടിച്ചായിരുന്നു. പഠിച്ചോനെ ഞാൻ പെട്ടെന്നൊന്നും വലുതാകരുത്. മറിയന്റെ ഐശ്വര്യ അടുത്ത് ആകെ രക്ഷപ്പെടാനുള്ള ഒരു വഴി നഗായി. അതും അമ്മ വെട്ടിക്കാൻ. ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യാ പഠിച്ചോനെ? ഇപ്പത്തെ ചൂടത്ത് ആകെ ഒരു സമാധാനം ഈ കുളിക്കുമ്പോ മാത്രം. അമ്മ ചിന്തൊക്കായി ചെയ്യുന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഞാൻ മിണ്ടാണ്ട് ഞാൻ നിന്ന് കൊടുക്കും. എനിക്ക് ഇഷ്ടാ കുളിക്കാൻ. കണ്ട സുഖം കൊണ്ട് ഞാൻ ഉറങ്ങി പോന്നെ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞാൽ ഞാൻ സുന്ദരി. മുടിയൊക്കെ കുറച്ച് വന്ന് തുടങ്ങി. എനിക്ക് ഫഹദ് ഫാസിലിന്റെ മാതിരി മുടി ഉണ്ടാകും. പിന്നെ മമ്മ എന്നെ പെട്ടെന്ന് റെഡിയാക്കി. ഞങ്ങൾക്കൊരു സ്ഥലത്തോ വേണ്ട. മമ്മ ഇതൊക്കെ എത്ര വേഗം ഒരു സാധനം കിട്ടിയ വായിലിടല്. ഞാൻ എത്ര നേരെ ഇത് നോക്കാൻ തുടങ്ങിയിട്ട്. ഓലൊക്കെ ഒരു സംഭവം തന്നെ. ഇനി ഞങ്ങൾക്ക് ഒരു കുറ്റൂശൊക്കെ ഒരു വീട്ടിൽ പോവാണ്ടായിരുന്നു. അറിയാത്തല്ലോ കണ്ടപ്പോ ഒരു വെപ്രാളായോ. പിന്നെ പോയ ക്ഷീണത്തിൽ ഞാൻ വന്നങ്ങ് ഉറങ്ങി. എന്താണെന്നറിയില്ല, വല്ലാത്തൊരു കൊയ്ക്ക്. അപ്പൊ എന്റെ ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുറെ ആൾക്ക് ഇഷ്ടമാണ് ദീദി എന്നെ പറഞ്ഞിട്ട്. നിങ്ങളെല്ലാവരോടും ഓക്കെ ബൈ.